പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കുന്ന ചോദ്യം, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്നത വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലു. വലിയ വലിയ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ദുരിതങ്ങളൊന്നും അനുഭവിക്കാതെ നിങ്ങൾക്ക് സ്വർഗപ്രവേശനം സാധ്യമാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയോ എന്നും. അം ഹസിബത്തും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അൻ തദ്ഖുലുൽ ജന്നത നിങ്ങൾക്ക് സ്വർഗപ്രവേശനം സാധിക്കുമെന്ന്, വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മുൻകാല പ്രവാചകന്മാർക്ക്, മുൻകാല സമുദായത്തിന് നേരിടേണ്ടി വന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാമെന്നൊരു ഭാവമുണ്ടെങ്കിൽ ആ ഭാവം പാടില്ല. അത് തെറ്റിദ്ധാരണയാണ്. സ്വർഗപ്രവേശനത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം, സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുക, നേരിടുക, സ്ട്രഗിൾ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, എപ്പോഴും നമ്മൾ പറയുമെങ്കിലും കേൾക്കുമെങ്കിലും ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ ഒഴിവാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഫലസ്തീനിലെ ഗസയിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ അവസ്ഥ. പ്രസംഗകരും പ്രഭാഷകരും ഒരുപക്ഷെ ആലങ്കാരികപരമായോ ഭംഗിക്ക് വേണ്ടിയോ ഒക്കെ അവിടുത്തെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞാലും, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിൻ അവൻ്റെ ഹൃദയത്തിൽ നിന്ന്, അവൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് അവൻ സങ്കടപ്പെട്ട് ദുഃഖിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട വിഷയമാണ് നമ്മുടെ സഹോദരങ്ങൾ ഇന്ന് ഗാസയിൽ, ഫലസ്തീനിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നൽകിയ സുഖങ്ങളും ഐശ്വര്യങ്ങളും വേണ്ടുവോളം ആസ്വദിക്കുകയും കല്യാണങ്ങളും സൽക്കാരങ്ങളും വളയിടൽ ചടങ്ങുകൾ പോലെയുള്ള ചടങ്ങുകളൊക്കെ പുതിയ പുതിയ മാമൂലുകൾക്കനുസരിച്ച് ധൂർത്തിൻ്റെ അതിൻ്റെയും പരിധി വിട്ട് അത്യധൂർത്തുമായി നമ്മൾ ഇന്ന് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തി നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, പട്ടിണി പാവങ്ങളായ എക്സ്റേയുടെ കോലം, എക്സ്റേയിൽ കാണുന്ന പോലെ എല്ലും തോലുമായി മാറി നിൽക്കുന്ന ഫലസ്തീനിലെ പാവപ്പെട്ട സഹോദരങ്ങളുടെ ഫോട്ടോകൾ കാണുമ്പോൾ നമ്മുടെ ഹൃദയം ശരിക്കൊന്ന് പിടക്കേണ്ടതാണ്. മല്ലം യഅ്തമ ബി ഉമൂറിൽ മുസ്ലിമീന ഫലൈസ മിന്നി. ലോകത്ത് മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന വേദനകളും യാതനകളും പ്രയാസങ്ങളൊക്കെ വേണ്ട വിധം മനസ്സിലാക്കി ദുഃഖിക്കാതിരിക്കുന്നു എന്നിൽ പെട്ടവനല്ല, അവൻ യഥാർത്ഥ മുസ്ലിം, അവനെപ്പറ്റി പറഞ്ഞുകൂടാ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാതിരാ സമയത്ത് രാത്രി ഉറക്കിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട്, വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് നബിതങ്ങൾ എന്തോ ഒരു അസ്വസ്ഥതയോടുകൂടെ വീട്ടിൻ്റെ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമായിട്ട് ഇങ്ങനെ നബിതങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. പാതിരാ സമയത്ത് തൻ്റെ കൂടെ കിടന്നുറങ്ങുന്ന പ്രിയപ്പെട്ട ഭർത്താവ് വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് അസ്വസ്ഥതനായി അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും മലങ്ങും ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ പ്രിയപ്പെട്ട ഇണ സഹധർമ്മിണി ആയിഷ ബീവി നബിതങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അങ്ങേക്ക് എന്തു പറ്റി? ഈ പാതിരാത്രി ഉറക്കം കിട്ടണില്ലല്ലോ, നിക്കപ്പറുതി ഇല്ലാതെ കട്ടുന്ന എഴുന്നേറ്റിട്ട് മുറ്റത്ത് പോയിട്ട് അങ്ങോട്ടും തെക്കും വടക്കും നടക്കണം, എന്താ അങ്ങക്ക് എന്താ പറ്റിയത്? അപ്പോൾ നബിതങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ആയിഷ, ഞാൻ ഇതിലെ സുഖമായിട്ട് കടന്നുറങ്ങായിരുന്നു, വലിയ രോഗങ്ങളാലും വേദനകളാലും ഒന്നും ഉറക്കം കിട്ടാതെ വിരിപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു മറിയുന്ന പാവപ്പെട്ട രോഗികളെ ഓർത്ത് എനിക്ക് ഉറക്കം വരണില്ല. ഒരു പ്രത്യേകമായൊരു അപകടത്തിൽ പറ്റിയ രോഗികളെ പറ്റിയൊന്നും അല്ല പറഞ്ഞത്. സ്വാഭാവികമായി പൊതുവെ രോഗം കൊണ്ട് വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്ന, ഉറക്കം കിട്ടാത്ത രോഗികളെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് നബിതങ്ങൾ അന്ന് പരന്റെ പുറത്തേക്ക് ഇറങ്ങി തെക്കും വടക്കും നടന്നത്. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, ഇന്ന് രാത്രി ഉറക്കം കിട്ടാത്ത രോഗികളെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഉറക്കം കിട്ടണില്ല. അപ്പൊ ഞാൻ അങ്ങനെ പുറത്തിറങ്ങി അസ്വസ്ഥനായി ഞാൻ നടക്കുകയാണ്. അന്ന് ഇതുപോലൊരു ഫലസ്തീൻ നബിതങ്ങൾ അന്ന് കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ലോക മുസ്ലിമീങ്ങൾ, നമ്മുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങളോ പ്രയാസങ്ങൾ മനസ്സ് തട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ധൂർത്തും ആർഭാടങ്ങളും ഒക്കെ നമ്മൾ ഒഴിവാക്കി കുറച്ചൊക്കെ നമുക്ക് ജീവിതത്തിലൊരു മാറ്റം വരൂലേ? ഇത് നമ്മൾ ശരിക്ക് ആത്മാർത്ഥമായി ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വിഷയം ഒന്ന് സൂചിപ്പിക്കുന്നത്. ഇതിലേറെ ഇനി നമ്മൾ എങ്ങനെയാണ് അവിടുത്തെ ചിത്രങ്ങൾ മനസ്സിലാക്കുക? വീഡിയോകളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ, പത്രങ്ങളിലൂടെ, ചാനലുകളിലൂടെ നമ്മൾ കാണുന്നത് എല്ലും തോലുമായി വയറൊട്ടിയ, അതാ ഞാൻ പറയാം, എക്സ്റേയുടെ ഫോട്ടോ കാണുന്ന പോലെ എല്ല് മാത്രമായി കഴിഞ്ഞ ഫലസ്തീനിലെ പാവപ്പെട്ട മക്കൾ,
ദുരിതാശ്വാസ ക്യാമ്പുകളിലും മറ്റുമൊക്കെ പട്ടാളക്കാരെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഗർഭിണികളായ പെണ്ണുങ്ങൾ, പ്രസവം അടുത്ത പെണ്ണുങ്ങളടുത്ത്. ആൺകുട്ടിയാണോ അപ്പൊ കൊല്ലുക, പെൺകുട്ടികളെ മാത്രം ജീവിപ്പിക്കുക. അതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു ഫിർഔൻ ചെയ്തത്. ആൺകുട്ടികളെ കൊന്ന് പെൺകുട്ടികളെ മാത്രം ബാക്കിയാക്കുന്ന ക്രൂര കിരാത മർദ്ദനം നടത്തിയിരുന്ന ഫിർഔന്റെ അതേ സ്വഭാവം. അങ്ങനെയാണല്ലോ മൂസാ നബി അലൈഹി ഇസ്ലാം എന്ന ആൺകുട്ടി ജന്മം കൊള്ളുന്നതും ഈ കുട്ടിയും കൊല്ലപ്പെടുമോ എന്ന് പേടിച്ച് പെട്ടിയിലാക്കി നൈൽ നദിയിൽ എറിയുന്ന സംഭവം ചരിത്രമൊക്കെ അങ്ങനെയാണ്. ഫിർഔന് കിട്ടരുതെന്ന് കരുതിയിട്ട് കുട്ടി കൊല്ലപ്പെടുമോ എന്ന് പേടിച്ചിട്ട് പെട്ടിയിലാക്കി പുഴയ്ക്കെറിയാണ്. സംഭവം വിശാലമാണ്. ഇന്ന് ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. ആശുപത്രികളടക്കം പ്രസവിക്കപ്പെട്ടത് ഡെലിവറി കഴിഞ്ഞ കുട്ടി ആൺകുട്ടിയാണോ, ന്യൂൺബോൺ ബേബി ആൺകുട്ടിയാണോ കൊന്നുകളയുക. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോലും ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്നവരെ കൊല്ലുക. ഇങ്ങനെ ക്രൂരമായ മർദ്ദനങ്ങൾ അയച്ചു വിടുമ്പോഴും ഒന്ന് വാ തുറന്ന് കരയാൻ പോലും അവിടുത്തെ പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക്, അനിയന്മാർക്ക്, ജ്യേഷ്ഠന്മാർക്ക് കഴിയുന്നില്ല. എന്തിനാ ഞാൻ പറഞ്ഞത്? ഇനി നമ്മുടെ കല്യാണങ്ങളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാനടക്കം പ്രസംഗിക്കാനൊക്കെ എളുപ്പമായിരിക്കും. എൻ്റെ വീട്ടിലും എൻ്റെ കുടുംബത്തിലൊക്കെ ഒരു സംഗതി നടക്കുമ്പോൾ അത് പ്രാവർത്തികമാക്കാനും പ്രാക്ടിക്കലാക്കാനും നമുക്കൊക്കെ പ്രയാസമാണ്. കാരണം സാഹചര്യങ്ങളൊക്കെ നമ്മുടെ കൺട്രോൾ, നമ്മുടെ അണ്ടർമൈ കൺട്രോളിൽ നിന്ന് വിട്ടുപോയി, നിയന്ത്രണാതീതമായി മാറിക്കഴിഞ്ഞു. നമ്മുടെ മക്കളുടെയൊക്കെ, നമ്മുടെ വീട്ടിൽ ഓരോ ചടങ്ങുകളിലുമുള്ള സ്വാധീനം അത് ഹദീസിലുള്ളതാണ്. യകൂനു ഹലാഖുറജ്, മനുഷ്യൻ നശിച്ചു പോകൽ അലാ യദി ഇമ്രാത്തിഹി വ വലദി, ഭാര്യൻ്റെയും കുട്ടികൾ നിർബന്ധത്തിന് വഴങ്ങി അവർ കാരണമായിട്ട് ആ വീട്ടിലെ രക്ഷിതാവിൻ്റെ ദീൻ നശിച്ചു പോകുന്ന കാലം വരും. ഓനക്ക് നല്ല ദീനൊക്കെ ഉണ്ടാവും, നിസ്കാരം ദീനും ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ മക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി, ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി യദ്ഹബു ദീൻ, ഓനെ ദീൻ അവൻ ഒഴിവാക്കേണ്ടി വരും. കാരണം ഐറ്റങ്ങളെ ഇടങ്ങാറാക്കണ്ട, ഓര് പറഞ്ഞെടുത്ത് നിന്ന് കൊടുക്കുക എന്നതാണ് എല്ലായിടത്തും വരുന്നത്. ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മുട്ടായി കൊടുക്കണമെങ്കിൽ 6 ലക്ഷം 10 ലക്ഷം റുപ്യ, വലിയ ഫാമിലി ആണെങ്കിൽ, അല്ലെങ്കിൽ ചുരുങ്ങിയത് 50,000 25,000 മുട്ടായി കൊടുക്കുന്നതിന് ചടങ്ങ് വേണം. പിന്നെ വളയിടുന്നതിന് വേറെ ചടങ്ങ്. നിക്കാഹ് ചെയ്യുന്നതിന് മുമ്പ് ആ പെൺകുട്ടിൻ്റെ കൈ പിടിച്ച് ഫോട്ടോ എടുക്കുക, അതൊന്നൊരു പ്രശ്നമല്ല. അപ്പം അതൊക്കെ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ ഉപദേശിക്കുന്ന ഉസ്താദുമാർക്ക് ലോകം തിരിയാത്ത തന്ത വൈബ് എന്നും പറഞ്ഞ് ആക്ഷേപിക്കപ്പെടുക, അല്ലെങ്കിൽ അവരൊരു മൈന്ത്. ഈ ഒരവസ്ഥയൊക്കെ നമ്മുടെ ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ശരിക്കും ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ധൂർത്തിൻ്റെ സകല സീമകളും, ധൂർത്ത് എന്ന് പറഞ്ഞാൽ എത്ര, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, ശൈത്ത പിശാചുക്കളാണ് അവരെന്ന് ഖുർആൻ പറഞ്ഞതാ. ധൂർത്തി എന്നൊന്നുണ്ടല്ലോ. വിവിധങ്ങളായ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാൻ നല്ല അതൊന്നും കുഴപ്പമില്ല. പക്ഷെ പരിധി വിട്ട് ഭക്ഷണങ്ങളടക്കം വേസ്റ്റ് ആക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറി. എൻ്റെ മകളെ കല്യാണം കഴിക്കുമ്പോൾ പല ചടങ്ങുകളും പല മാമൂലുകളും അല്ലെങ്കിൽ ഇല്ലാത്ത പല പരിപാടി ഉണ്ടാവും. അപ്പുറത്തെ കുട്ടിക്കും സങ്കടാവും. അപ്പോൾ ആ കുട്ടിൻ്റെ വാപ്പ് കരുതും എൻ്റെ കുട്ടിയായിട്ട് ഇനി ഇടങ്ങാറാണ്ട, ഓളെ കല്യാണത്തിന് അപ്പുറത്തെ കല്യാണത്തിന് ഒന്നും ഇല്ലെങ്കിൽ ഓൾക്കൊരു ഇടങ്ങാറില്ല. അപ്പോൾ ആ വാപ്പി നിർബന്ധിതനാവും. അതിൻ്റെയൊക്കെ കുറ്റം ആര് പേരണം? ഈ തുടക്കം കുറിച്ചും പേരണം. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമൂ വആതാറഹും. ആരാണോ കാരണക്കാരായത്, ഓരോ ദുഷിച്ച ആചാരങ്ങൾക്ക് ആരിൽ നിന്നാണോ മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ, ആരിൽ നിന്ന് ഇൻസ്പിറേറ്റഡ് ആയിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത്, ആ ഇൻസ്പിറേറ്റർമാർ, ഇതിനൊക്കെ കാരണക്കാരായവരുടെ അക്കൗണ്ടിലേക്ക് കൂടി ഇതിന്റെ തെറ്റുകൾ വരുമെന്ന് പരിശുദ്ധ ഖുർആൻ, യാസീനാണിത്. പരിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, തീർച്ചയായിട്ടും മരിച്ചുപോയ ആൾക്കാരെ നമ്മൾ ജീവിപ്പിക്കും, എന്നിട്ട് അവർക്ക് അക്കൗണ്ടൊക്കെ നന്മ തിന്മക്ക് പ്രതിഫലം കൊടുക്കും. വനക്തുബു മാ ഖദ്ദമു, അവർ ചെയ്ത നന്മകളും തിന്മകളും എഴുതി വെക്കും. അത് മാത്രമല്ല, അവർ ചെയ്ത് മാത്രമല്ല, ആസാറവും, അവർ ചെയ്ത കാര്യങ്ങൾ കാരണമായിട്ട് പിൻകാലത്ത് ആരൊക്കെ എന്തൊക്കെ ചെയ്യോ അതിനൊക്കെ ഇവർ കാരണക്കാരാണെങ്കിൽ അവർക്കും കൂടി അവരെ അക്കൗണ്ടൊക്കെ ഞാൻ എഴുതി വെക്കും. എത്ര കൃത്യമാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ ചടങ്ങ് സംഘടിപ്പിച്ചു, അത് കണ്ടിട്ട് അപ്പുറത്തെ വീട്ടിലും അവർ തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ കുറ്റം എനിക്ക് കൂടി കിട്ടും. ഞാനൊരു നന്മ കാട്ടി മാതൃകയായാൽ അതിൽ നിന്ന് ഇൻസ്പിറേറ്റഡ് ആയി തന്നെ എൻ്റെ നെയ്ബേഴ്സോ എൻ്റെ ഫാമിലി സർക്കിൾസിലുള്ള ആരെങ്കിലുമൊക്കെ അത്തരം നന്മകൾ ചെയ്താൽ അതിൻ്റെ കൂലി എനിക്ക് കിട്ടും. ഈ പ്രസംഗം കേൾക്കുന്ന ഞാൻ നിങ്ങളൊക്കെ ശരിക്കും ചിന്തിക്കാൻ, നമ്മുടെ വീടുകളിലൊക്കെ നടക്കുന്ന ചടങ്ങുകൾ എത്രത്തോളം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും? പറ്റൂല. കാരണം നമ്മുടെ മക്കൾ നമ്മളെ നിയന്ത്രിക്കും, നമ്മുടെ ഭാര്യയും നമ്മുടെ കുടുംബക്കാരും നമ്മളെ നിയന്ത്രിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വാപ്പയും അങ്ങോട്ട് നിന്ന് കൊടുക്കും. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, സയഅതി ഉമ്മത്തി സമാൻ, എൻ്റെ ശേഷം ഒരു കാലഘട്ടം വരാനുണ്ട്, ഒരു കുടുംബനാഥൻ നശിച്ച് കുളം തോണ്ടിന്റെ ആഖിറം പൂർണ്ണമായി പറ്റ കുളം തോണ്ടി പോകൽ അല അയദി ഇംറാഅതിഹി വവുൽദിഹി, എൻ്റെ മക്കൾ കാരണവും ഭാര്യ കാരണമായിരിക്കും. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫലസ്തീനിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ പട്ടിണിയും പരിവട്ടവും കണ്ട് സഹിക്കാൻ കഴിയാതെ ഒരു പാവപ്പെട്ട ഈജിപ്ഷ്യൻ ആക്ടിവിസ്റ്റ് സാറ എന്നൊരു പാവപ്പെട്ട പെണ്ണ് ഒരു കുപ്പിയിൽ കുറച്ച് ഭക്ഷണമാക്കിയിട്ട് പുഴയിലേക്ക് എറിയുന്നുണ്ട്. പടച്ചോനെ, എങ്ങനെയെങ്കിലും ഈ കുപ്പി ഫലസ്തീൻ്റെ തീരത്തണഞ്ഞ്, ഗാസയുടെ തീരത്തണഞ്ഞ്
ആ കടപ്പുറത്തെത്തി ഏതെങ്കിലും കുട്ടി കിട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ഭക്ഷണം തിന്നാട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ആലോചിച്ച് വെക്കണം. ഇപ്പം ഈ ആഴ്ച ഉണ്ടായ സംഭവമല്ലേ, ഉൾക്കൊള്ളാൻ പറ്റും നമുക്ക്. ആ ഭക്ഷണം എത്തിച്ചെടുക്കാൻ കഴിയണില്ല. അവ ഭക്ഷണം പാക്കറ്റാക്കി കുപ്പിയിലാക്കി കവറിലാക്കി കടലിലേക്ക് എറിയ. ഏതെങ്കിലും തിരമാലകൾ ഈ ഭക്ഷണപ്പൊതി ഫലസ്തീന്റെ തീരത്ത് ഏതെങ്കിലും ഒരു പട്ടിണിപ്പാപത്തിന് കിട്ടിയാൽ അതെടുത്ത് തിന്നോട്ടെ. എന്നിട്ട് ആ കുപ്പിയിൽ ഭക്ഷണം കുത്തി നിറച്ചപ്പോ ഫോൺ നമ്പർ എഴുതി കൊടുത്തു. അല്പ ദിവസത്തിന് ശേഷം ഫലസ്തീനിൽ നിന്ന് ആ ഭക്ഷണം കഴിച്ച് മെസ്സേജ് ഫോണിലേക്ക് വന്നു, ഭക്ഷണം കിട്ടിയിട്ടോ. വേറെ ഒരു ട്രക്കുകളിലോ വാഹനങ്ങളിലോ കൊടുത്തേക്കാൻ ഒരു ഗതിയുമില്ലാതെ ഭക്ഷണപ്പൊതികൾ പേപ്പറിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിലും പ്ലാസ്റ്റിക് കുപ്പിയിലാക്കി ആൾക്കാരെ കടലിലേക്കരെ. വേറൊരു നിർവാഹമില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉണ്ട്. തന്റെ സുഹൃത്തിലേക്ക് എത്തുന്ന ഒരു വഴിയില്ലാതെ വന്നപ്പോൾ കൊടുക്കാനുള്ള കാശ് ഒരു മരത്തടിയിലാക്കിയിട്ട് ആ മരത്തടിയുടെ ഉള്ളിൽ കാശ് വെച്ചിട്ട് കടലിലേക്ക് എറിഞ്ഞ് അള്ളാഹുത്തല എത്തിച്ചു കൊടുക്കുന്ന രംഗുണ്ട്. ചരിത്രം വിശദീകരിക്കാൻ സമയമല്ല. ഇന്നതിന്റെ പുനരാവിഷ്കാരം എന്ന് പറയാം. ആ ഈജിപ്ഷ്യൻ ആക്ടിവിസ്റ്റ് സാറ എന്ന് പറയും, അവർ ചെയ്ത പണിയാണ്. പാവപ്പെട്ട ഫലസ്തീനികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ഒരു മാർഗമല്ല. അപ്പൊ രണ്ടും കൽപ്പിച്ച് അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ട് ഭക്ഷണപ്പൊതി പ്ലാസ്റ്റിക് കവറിൽ കെട്ടി ഒരു പാത്രത്തിലാക്കിയിട്ട് കടൽക്ക് കണ്ടെറിയ. ഏതെങ്കിലും ഈ തിരമാലകൾ ആ ഫലസ്തീന്റെ തീരത്തെത്തിച്ചു കൊടുക്കട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇനി നമ്മുടെ ചടങ്ങുകളിലേക്ക് വരും. നമ്മളെ വീട്ടിൽ നടക്കുന്ന ചടങ്ങ്. ഞാൻ കുറച്ച് ദിവസങ്ങൾ കാഴ്ചകൾക്ക് മുമ്പ് ബ്രോസ്റ്റ് ഓർഡർ ചെയ്ത് മക്കളെ കൂടെ കഴിക്കുമ്പോൾ അത് വെറുതെ ആലങ്കാരികമായിട്ട് പറയല്ല, സങ്കടം വന്ന് ശരിക്ക് കണ്ണ് നിറഞ്ഞുപോയി. ഞാൻ എൻ്റെ ഭാര്യയോട് ശേഷം പറഞ്ഞു ചെയ്തു, തിന്നിട്ട് ഇറങ്ങിടുന്ന് ആലോചിച്ച് നോക്കിയാൽ ഫലസ്തീനിലെ മക്കളെ പറ്റി. ശരിക്കും ഇത് വെറുതെ പറയല്ല, ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. നമ്മൾ ഓരോ മുക്കിലും മൂലയിലും ഓരോ അടിക്ക് നമുക്ക് ഭക്ഷണത്തിന്റെ ഓരോ വെറൈറ്റി ഫുഡ്സ് അല്ലേ, ഫാസ്റ്റ് ഫുഡ് എല്ലായിടത്തും കടകൾ വരും. ഒക്കെ നല്ല തന്നെ, കുഴപ്പമൊന്നുമില്ല, തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മളെ മനസ്സിലേക്ക് പാവപ്പെട്ട ഫലസ്തീനികളെ പറ്റി ഒരു ചെറിയ ചിന്ത പോലും കടന്നു വരുന്നില്ല. അവർക്ക് ഒരു പ്രാർത്ഥനയിൽ പോലും നമ്മൾ ഇടം കൊടുക്കുന്നില്ല. അത് കണ്ടറിഞ്ഞിട്ട് നമ്മളെ ജീവിതത്തിൽ ഒരു ഒതുക്കം അതും വരുന്നില്ല. നമുക്ക് മാക്സിമം കാണിച്ച് ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നല്ല, ജീവിക്കുന്നു എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എന്ന ചെലവ്. സന്തോഷത്തോടെ ജീവിച്ചു പോകാൻ വലിയ ചെലവൊന്നുമില്ല. നേരെ മറിച്ച് ഞാൻ ഹാപ്പിയാണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുക, ഇതിനെല്ലാം വാടകയ്ക്ക് എടുക്കുക, കടം വാങ്ങുക. ഇങ്ങനെ ദൂരത്തിന്റെ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നാളെ റബ്ബ് നമ്മളോട് ചോദിക്കുമ്പോൾ, എൻ്റെ അപ്പുറത്ത് നിന്റെ അപ്പുറത്ത് ഇങ്ങനെയൊക്കെ അനുഭവിക്കുമ്പോൾ നീ എന്നെ മറന്നോന്ന് ചോദിക്കൂലേ? ഒരു ഹദീസ് ഉണ്ടല്ലോ, നബി തങ്ങൾ ആയത്തോതി ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. ആയത്തോതി പറയാണെന്നർത്ഥം, തുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. എല്ലാവർക്കും അറിയാം ആയത്ത്, തുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അതിനർത്ഥം തീർച്ചയായും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ നിഅമത്തുകളെ കുറിച്ചും നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. നിങ്ങൾ അനുഭവിക്കുന്ന ഏത് സുഖങ്ങളുണ്ടോ സൗകര്യങ്ങളുണ്ടോ, ഓരോ സുഖങ്ങളെ കുറിച്ചും സൗകര്യങ്ങളെ കുറിച്ചും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. പരലോകത്ത് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും, വിചാരണ ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ദുനിയാവിൽ എന്തൊക്കെ സുഖങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ടോ അതിനെ കുറിച്ചൊക്കെയും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. അത് നന്ദി ചെയ്തിട്ടുണ്ടോ എന്ന് അല്ലാഹു ചോദിക്കും. ഈ ആയത്ത് ഓതിയപ്പോൾ ഒരു സാധു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് നബി തങ്ങളോട് തന്റെ ധൈര്യത്തോടെ പറഞ്ഞു, ഞാൻ കഴിച്ചിലായി നബിയെ, നജൗതു, ഞാൻ രക്ഷപ്പെട്ടു നബിയെ. ആ വിചാരണയിൽ നിന്നും ചോദ്യം ചെയ്യപ്പെടലിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. എന്നോടൊന്നും പടച്ചോൻ കൂടുതൽ ചോദിക്കുകയില്ല, വിചാരണ ചെയ്യുകയില്ല. കാരണം എനിക്ക് സ്വന്തമായി വീടില്ല, ഒരു വാഹനമില്ല, പണമില്ല, പൈസയും വീടും പറമ്പും സ്വത്തുമൊന്നുമില്ലാത്ത പാവപ്പെട്ടവനാണ് ഞാൻ. എന്നോടൊക്കെ പടച്ചോന് എന്തിനെ പറ്റി ചോദിക്കാനാണ്? എനിക്ക് അനുഗ്രഹങ്ങളില്ല, എനിക്ക് സുഖ സൗകര്യങ്ങളില്ല, മതിലും വീടും പറമ്പും സ്വത്തും വാഹനങ്ങളും ഒന്നും എനിക്കില്ല. അതുകൊണ്ട് എന്നോട് പടച്ചോൻ ചോദിക്കുകയില്ല നബിയെ, നജൗതു, ഞാൻ രക്ഷപ്പെട്ടു പോയി. വിചാരണയിൽ നിന്ന് അല്ലാഹുവിന്റെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഞാനൊക്കെ കഴിച്ചിലായി, രക്ഷപ്പെട്ടു. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, അതെന്താണ് എങ്ങനെ പറയാൻ കാരണം? നബിയെ, ലൈസലീ ദീനാറും വലാ ദിർഹമുൻ, എന്റെ കയ്യിൽ സ്വർണവുമില്ല, വെള്ളിയുമില്ല, വീടുമൊന്നും എനിക്കില്ല. പിന്നെ അല്ലാഹു എന്നോട് എന്തിനെ കുറിച്ച് ചോദിക്കാനാണ്? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, നീയും ചോദിക്കപ്പെടും.
ഒരു സൗകര്യങ്ങളും ഒരു സുഖങ്ങളും നിനക്കില്ല എന്ന് കരുതിയിട്ട് ഒരിക്കലും നീ സന്തോഷിക്കണ്ട. ചോദ്യം ചെയ്യപ്പെടലിൽ നിന്നോ വിചാരണയിൽ നിന്നോ നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. നിനക്കും അനുഗ്രഹങ്ങളുണ്ട്, നിനക്കും സുഖങ്ങളുണ്ട്, നിനക്കും സൗകര്യങ്ങളുണ്ട്. കണ്ണീരോടെ ആ പാവപ്പെട്ട പരമദരിദ്രൻ നബി തങ്ങളോട് ചോദിക്കുകയാണ്, എനിക്കൊന്നുമില്ലല്ലോ നബിയെ. അപ്പോഴാ നബി തങ്ങൾ പറയുന്നത്, എടാ നിന്റെ രണ്ട് കാലിലേക്കും നോക്കൂ, നിന്റെ രണ്ട് കാൽപാദങ്ങളിലേക്കും നോക്കണം നീ. ഇവിടെയുള്ള കല്ലും മണ്ണും മണലും പാറകളും നിന്റെ കാൽപാദത്തിൽ തട്ടി വേദനിക്കാതിരിക്കാൻ നിന്റെ കാലിൽ പടച്ചോ നിനക്ക് തന്ന അനുഗ്രഹമല്ലയോ നിന്റെ രണ്ട് ചെരുപ്പുകൾ. ആ ചെരുപ്പുകൾക്ക് പോലും പടച്ചോനോട് മറുപടി പറയേണ്ടി വരും. അള്ളാഹു നിനക്ക് ആ രണ്ട് ചെരുപ്പ് നൽകിയിട്ട് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നും, അള്ളാഹുവിന് വേണ്ടിയും ദീനിന് വേണ്ടിയും എന്തിനാണ് ആ ചെരുപ്പിനെ ഉപയോഗിച്ചത് എന്ന് പടച്ചോ നിന്നോട് ചോദിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഇത് ഞാൻ ചോദിക്കട്ടെ, എനിക്കും നിങ്ങൾക്കും മനോഹരമായ വീടുകളുണ്ടല്ലോ. 2000, 3000, 4000 ഒക്കെ സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്. ഈ വീട്ടിൽ അള്ളാന്റെ ദീനിന് വേണ്ടി എന്ത് ചെയ്തു? എന്തെങ്കിലും ചെയ്തോ? ഏതെങ്കിലും രണ്ടാളെ വിളിച്ചിട്ട് നല്ല കാര്യം ഉപദേശിക്കുകയെങ്കിലും ചെയ്തോ? നിന്റെ കാറിൽ ധരിച്ചിരിക്കുന്ന രണ്ട് ചെരുപ്പുണ്ടല്ലോ, ആ ചെരുപ്പ് കൊണ്ട് എന്റെ ദീനിന് വേണ്ടി എന്ത് ചെയ്തു എന്ന്, അള്ളാഹുവിനക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് നിന്നോട് ചോദിക്കുമെന്ന് പറയുമ്പോൾ ദരിദ്രന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, കഴിഞ്ഞില്ല മോനെ നിന്റെ അനുഗ്രഹം. അല്ലല്ലോ ഇവിടെയുള്ള മരങ്ങൾക്കൊക്കെ നീരുണ്ട്. സ്വന്തമായി വീടില്ലെങ്കിലും, സ്വന്തമായി നിനക്ക് വീടില്ലെങ്കിലും നീ നടന്ന് ക്ഷീണിക്കുന്ന സമയത്ത് പൊരിവെയിലത്ത് ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട്ടില് അല്പസമയം നീ വിശ്രമിച്ചാൽ ആ തണൽ നൽകിയവൻ അല്ലാഹുവല്ലയോ, ആ നിഴൽ നൽകിയവൻ അല്ലാഹുവല്ലയോ, ആ മരം വളർത്തിയവൻ അല്ലാഹുവല്ലയോ? നീ മരുഭൂമിയിലൂടെ നടന്ന് ക്ഷീണിച്ച് പൊരുവെയിലത്ത് തളർന്നു വീഴാൻ നേരം ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട്ടിൽ അല്പനേരം വിശ്രമിച്ചാൽ ആ മരത്തണൽ സ്വീകരിച്ച് നിന്റെ പേരിൽ പോലും പടച്ചോ നിന്നോട് ചോദിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. ആ പരമദരിദ്രന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. നിബിതങ്ങൾ പിന്നെയും എണ്ണുകയാണ്, അതുമാത്രമല്ല മോനെ, നിനക്ക് ദാഹിച്ചു വലയുന്ന സമയത്ത് കിണറ്റിലേക്ക് നീ ഒരു ബക്കറ്റ് ഇട്ടുകൊണ്ട് തുള്ളി വെള്ളം മുക്കിയാൽ, ദാഹിക്കുന്ന സമയത്ത് പുരവെയിലത്ത് തണുപ്പിക്കുവാൻ ഏതെങ്കിലും കിണറ്റിൽ നിന്ന് വെള്ളം മുക്കിയാൽ ആ വെള്ളം പോലും പടച്ചോന്നതല്ലയോ, അതിനു വേണ്ടി പോലും നീ ചോദ്യം ചെയ്യപ്പെടും. ആ വെള്ളത്തിന്റെ പേരിൽ പോലും നീ ചോദ്യം ചെയ്യപ്പെടുമെന്ന് പറയുമ്പോ അപ്പോഴാണ് ആ സ്വഹാബി കരയുന്നത്. ഇനി ഞാൻ എന്നോട് ചോദിക്കുക, എന്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്തവർ വേസ്റ്റുകൾ തട്ടുന്ന കുപ്പത്തൊട്ടിയിൽ പോയി നായ്ക്കളോട് മല്ലിട്ടുകൊണ്ട് ഫലസ്തീനിലെ 3 ബാലന്മാര് ചപ്പുചവകൾ തപ്പുന്ന വീഡിയോ നമ്മൾ കണ്ടു. 2 മാസമായിട്ടില്ല ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട്, അല്ലേ? ഈ ഞെളിയമ്പറമ്പിൽ നായ്ക്കൾ നടക്കണ മാതിരിയില്ല. വേസ്റ്റുകൾ തട്ടുന്ന വേസ്റ്റ് കൊട്ടയിൽ നായ്ക്കൾ അപ്പുറത്തിറക്കുന്നുണ്ട്. ആ നായ്ക്കളും എല്ലാം ദൂരമായിട്ടുണ്ട്, പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ. അപ്പോഴാണ് ഇനി നമ്മളെ കല്യാണം ആലോചിച്ച് നോക്കി. ഇത് പറഞ്ഞാൽ പെട്ടെന്ന് തീരാൻ വേണ്ടിയല്ല, അവർ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന തെറ്റാന്നുള്ള മനസാക്ഷി കുത്തെങ്കിലും ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വിഷയം പറഞ്ഞത്. ധൂർത്തുകള്, ആർഭാടങ്ങൾ. നമ്മളിങ്ങനെ ഓതും, ഖുർആൻ ഇങ്ങനെ ഓതും. ഈ വേദഗ്രന്ഥങ്ങള് പ്രാക്ടിക്കലാക്കാനുള്ളതാണ്. അത് ഓതിയിട്ട് കൂലി വാങ്ങാൻ മാത്രമല്ല എന്നർത്ഥം. അള്ളാഹു നമുക്ക് നൽകുന്ന കിതാബ്, നൽകുന്ന കത്താണ്, അത് പ്രാക്ടിക്കലാക്കണം. ബാപ്പ ഗൾഫിക്ക് പോയപ്പം, ഹജ്ജിന് പോയപ്പോൾ മക്കൾക്കൊരു കത്ത് എഴുതി കൊടുത്തു. ആ കത്തിലുണ്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. കുറേ പൈസ കടം കൊടുക്കാണ്ട്, ഇന്ന സ്ഥലത്ത് ബാങ്കിലുണ്ട്, അവിടെ നിർത്താൻ മതി, കടം കൊടുക്കണം, പുറം ജപ്തി ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യണം. ബാപ്പ ശരിക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ മക്കൾക്ക് എഴുതി കൊടുത്ത് ഹജ്ജിന് പോയി. ബാപ്പ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ മക്കൾ ആ കത്ത് ഇങ്ങനെ വായിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ കത്തിൽ എന്താണോ പറഞ്ഞെന്ന് അവർ ചെയ്തില്ല, കടം വീട്ടിയില്ല, കടം കൊടുത്തില്ല. അപ്പം എന്താ, വീട് ജപ്തി ചെയ്യപ്പെട്ടു പോയി. വീട് ജപ്തി ചെയ്യപ്പെടാതിരിക്കാനും ഇവർക്ക് കിട്ടാനൊക്കെ എന്തൊക്കെ വേണമെന്നൊക്കെ കത്തിൽ കൊടുത്തിരുന്നു. അവർ പ്രാക്ടിക്കലാക്കിയില്ല, അവരിങ്ങനെ വായിച്ചു പറക്കത്തെടുത്തു. അതപ്പോൾ നമ്മളവസ്ഥ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പാവങ്ങളെ സഹായിക്കണം, സാധുക്കളെ സഹായിക്കണം, ദൂരത്ത് അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അന്ന് നമ്മൾ പ്രാക്ടിക്കലാക്കിയില്ല. പിന്നെ രാത്രി 3:00 നീച്ചിട്ട് അങ്ങനെ ഓതും. ആരാധീനെ കളവാക്കുന്നവൻ, യതീമുകളെ തൊട്ട് വാതിൽ കൊട്ടിയടക്കുന്നവരാണ്.
വലാ യഹുദ്ദു അലാ ത്വാമിൽ മിസ്കീൻ, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രേരണ കൊടുക്കാത്തവരാണ്. ഇത് ഇമാമത്തുക്കുമ്പോൾ മൂലരെ ഓതാനല്ലതാ, എന്റെ ചുരുക്കിൽ ഇങ്ങനെ കേൾക്കണം. സുബഹി നിസ്കരിച്ചിട്ട് ഓത്, നമ്മളെ പെണ്ണുങ്ങൾക്ക് മുഖമക്കനെ പോലെ ഇങ്ങനെ ഒക്കെ ഓതാനാണ്, അതൊന്നും പ്രവർത്തിക്കാനുള്ളതല്ല എന്ന അവസ്ഥയ്ക്കല്ലേ നമ്മൾ ഈ കത്ത് പ്രാക്ടിക്കലാക്കാനുള്ളതാണ്. ഖുർആൻ നമുക്ക് പ്രവർത്തിക്കാനുള്ളതാണ്. പാവപ്പെട്ട ഫലസ്തീന മക്കൾക്ക് മനസ്സുകൊണ്ടെങ്കിലും യോജിക്കാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് തിരിച്ചറിവ് പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മഹല്ലിൽ ഖാദിയൊക്കെ ആയിരുന്ന പയ്യനാട് അബ്ദുസ്സലാം മുസ്ലിയാരെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ ഖബർ അള്ളാഹു സ്വർഗ്ഗത്തിന്റെ തോപ്പാക്കി കൊടുക്കട്ടെ.